രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. എല്ലാവർക്കും നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. അധ്യാത്മരാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ചിത്രകൂടത്തിലേക്ക് എത്തി. സീതാരാമ ലക്ഷ്മണന്മാർ ചിത്രകൂടം എന്ന മനോഹരമായിട്ടുള്ള സ്ഥലം, അനവധി പക്ഷികൾ, അനവധി മൃഗങ്ങൾ, പ്രകൃതിരമണീയമായിട്ടുള്ള വൃക്ഷങ്ങൾ, പുഷ്പങ്ങൾ, നന്ദനോപമം തുല്യമായിട്ടുള്ളൊരവസ്ഥ. നദിയൊക്കെ ഉണ്ട്, പല നദികളൊക്കെ അതിൻ്റെ അടുത്ത് കൂടെ ഒഴുകുന്നുണ്ട്. അവിടെ എത്തിച്ചേർന്നു എന്നാണ്. ഇനി പെട്ടെന്ന് സീനൊന്ന് മാറ്റുകയാണ്. അയോധ്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അങ്ങനെയാണല്ലോ കഥ. അവിടെ പറയണം, മന്ത്രിപ്രവരനാം സുമന്ത്രരും ഏറിയോരന്തശുജാ ചെന്നയോധ്യ പുക്കീടിനാൻ വസ്ത്രേണ ഭക്തവുമാച്ചാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണു തുടച്ചും അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോട് ധ്രുവനെ വണങ്ങിനാൻ. ഭഗവാനെ സീതാലക്ഷ്മണന്മാരെയൊക്കെ കൊണ്ടുപോയി ആക്കി സുമന്ത്രൻ വസ്ത്രേണ മുഖമാച്ഛാദ്യ. ഇതിനാണ് ഈ വസ്ത്രം കൊണ്ട് മുഖം മറയ്ക്കുന്നത്. ദുഃഖസൂചകമായ സന്ദർഭത്തിൽ പണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അതായത് ഒരാളോട് എന്തൊക്കെ പറയണം എന്നുള്ളതിന് അയാളുടെ സ്ഥിതി നോക്കിയിട്ട് വേണം പറയാൻ. സന്തോഷമുള്ള കാര്യമോ ആഹ്ലാദകാര്യമോ അങ്ങനത്തെ ഒരാളോട് പെട്ടെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ അയാൾ ദുഃഖത്തിലാണെന്ന് എങ്ങനെ മറ്റുള്ളവരറിയും? ഒന്നും അറിയാത്ത ഒരാളാണ് വിചാരിക്കുക. അപ്പോൾ അവർക്കറിയാം. ഇപ്പോൾ ഈ കാര്യം എല്ലാവർക്കും അറിയും, കാരണം രാമൻ്റെ കാര്യം, കൊട്ടാരത്തിലത്തെ കാര്യമാണ്. അല്ലാത്തൊരു കാര്യം, ഒരു വീട്ടിലൊരു മരണം നടന്നാൽ ആ മരണത്തിനൊരു സൂചന വേണം എന്നാണ്. അയാൾ ദുഃഖിച്ചിരിക്കുന്ന കാര്യമാണ്, സന്ദർഭമാണ് എന്ന് അറിയാനുള്ള ഒരു ചിഹ്നം എന്ന് പറയാം. അതാണ് ഈ വസ്ത്രേണ മുഖം ആച്ഛാദ്യ. അങ്ങനെ ഇപ്പോൾ തേരൊക്കെ പുറത്ത് നിർത്തി ദശരഥനെ കണ്ട് വണങ്ങി. എന്തൊക്കെയാണ് രാമൻ പറഞ്ഞത് എന്നൊക്കെ ദശരഥൻ ചോദിക്കണു. മക്കളെയും കണ്ടെനിക്കു മരിപ്പാനിക്കാലമില്ലാതെ വന്നു സുഹൃതവും, അതിനൊരു ഭാഗ്യം വേണം എന്നാണ്. ഒരച്ഛൻ്റെ അമ്മയുടെ മരണം മക്കൾ കാണുക എന്ന് പറഞ്ഞാൽ അതിലൊരു അത്ഭുതമില്ല. കാരണം അത് പ്രകൃതിയിൽ വരുന്ന സംഭവം ആണ്, സാധാരണ സംഭവമാണ്. അച്ഛൻ മരിച്ചു, അത് വല്ലാതെ നേരത്തെ ആകുമ്പോൾ കുറച്ച് കഷ്ടം ഉണ്ടാവുമെന്ന് മാത്രം. മരിക്കേണ്ടാത്തൊരു പ്രായത്തിൽ 50 താഴെയൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അച്ഛൻ മരിച്ചാൽ അത് ദുഃഖമാണ്, അതും ഷോക്ക് തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോൾ ഒരു 60-70 വയസ്സായിട്ടൊരു അച്ഛൻ മരിച്ചു, അവിടെ മരിച്ചു, ഇത്ര എവിടെയാ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അത്രേ ചോദിക്കുള്ളൂ മനുഷ്യനെ. കാരണം അത് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഒരു മക്കൾ മരിച്ചിട്ടൊരു അച്ഛനമ്മ കാണുക എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് ആത്മജ്ഞാനികൾക്കൊന്നുമില്ല പറഞ്ഞിട്ട് അല്ല, അത് ലേശൊരു പ്രതീക്ഷയ്ക്ക് വിപരീതമാണ്. മക്കളുടെ പിതൃകർമ്മം, മക്കളുടെ സംസ്കാരകർമ്മം, അനന്തരകർമ്മം, മരണാനന്തരകർമ്മം ജീവിച്ചിരിക്കുന്ന അച്ഛൻ അമ്മ കാണേണ്ടതല്ല ശരിക്കും. ആണോ? സാധാരണ നിലയ്ക്ക് അങ്ങനെയല്ല വേണ്ടത്. അപ്പം അതുകൊണ്ട് ആ മക്കളെയും കണ്ടെനിക്ക് മരിപ്പാൻ, അതിനും ഒരു യോഗം വേണമെന്നാണ്. മക്കൾ മരിച്ചിട്ട് കാണേണ്ടി വരിക എന്നുള്ളതൊരു വല്ലാത്തൊരു സങ്കടാവസ്ഥയാണ്. അത് അനുഭവിച്ചവർക്ക് അറിയാം, അല്ലാത്തവർക്കും അറിയാം. പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അച്ഛൻ മരിച്ചാലുള്ള ദുഃഖം സ്വാഭാവികമാണ്, അമ്മ മരിച്ചാലും അതെ. പക്ഷെ മക്കൾ മരിച്ചാലുള്ള ദുഃഖം സ്വാഭാവിക ഒരു നിലയ്ക്കുള്ളതല്ല. അത് താങ്ങാൻ ഒരമ്മയ്ക്കോ അച്ഛനോ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പം അതാണ് ഇവിടെ ഉൾത്താപമോട് ഉര ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു. തേരിലേറി വനവാസത്തിന് കൊണ്ടുപോകാൻ ഒട്ടും ഉത്സാഹം അടിയാനുണ്ടായിട്ടില്ല. ആർക്കാണ് ഉണ്ടാവുക? പക്ഷെ അങ്ങയുടെ ഓർഡർ ഞാൻ അനുസരിക്കേണ്ടേ രാജൻ. ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിതു ശിങ്കിവേരാധിപൻ. ഗുഹൻ വേണ്ട പോലെയൊക്കെ സ്വീകരിച്ചു, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക മുതലായിട്ടതൊക്കെ ചെയ്തു. വേണ്ട പോലെ ദശരഥനോട് വർത്തമാനങ്ങൾ പറയാനും
എനിക്കിവിടെ യാതൊരു ദുഃഖവുമില്ല എന്ന് പറയാനും രാമൻ പറഞ്ഞു. എന്നെക്കുറിച്ച് ഖേദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അച്ഛനോട് സമാധാനിച്ചിരിക്കാനും എല്ലാവരോടും നമസ്കാരം പറയാനും ഒക്കെ ആ രാമൻ പറഞ്ഞു. സമയത്ത് കൗസല്യ വളരെ പറഞ്ഞു, എന്തൊരു കഷ്ടമാണ് അങ്ങ് ചെയ്തത്. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടേ വരദ്വയം ഇട്ടയായൊരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. സുമന്ത്രനെ വന്നു വർത്തമാനം പറഞ്ഞപ്പോൾ കൗസല്യക്ക് തോന്നിയത്, ആ ഭരതനെ രാജാവാക്കിയ പോരെ, എന്തിനു നമ്മുടെ കുമാരനെ കാട്ടിലേക്ക് അയച്ചു, എന്ത് നേടി ഈ വരം കൊണ്ട്. ദശരഥൻ, പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പയായിക നീ. കൗസല്യ ദയവ് ചെയ്തിട്ട് അരുത്. നമ്മൾ ഇംഗ്ലീഷിൽ പ്ലീസ്, ദയവ് ചെയ്ത് നീ ഇതിപ്പോൾ പുണ്ണിൽ കൊള്ളി വയ്ക്കുന്ന പോലെ എന്നെ ദുഃഖിക്കരുത്, അല്ലെങ്കിൽ ഞാൻ ദുഃഖിച്ച് പകുതി മരിച്ചിരിക്കണം. ഒരു ശ്വാസം മാത്രമുള്ള എന്നെ ദുഃഖിപ്പിക്കരുത്. ആത്മീയരാമായണത്തിൽ കൗസല്യ അത് ചെയ്തത് തെറ്റായി എന്ന് സമ്മതിക്കുന്ന ഒരു സർഗം തന്നെയുണ്ട്. ഞാൻ പറയരുതാത്തത് പറഞ്ഞു. കൗസല്യ അങ്ങനെയൊന്നും പറയണ ആളല്ലല്ലോ. ഇത് മകനാണ് പോയിരിക്കുന്നത് 14 കൊല്ലം. ഏതമ്മയെ സഹിക്കുക. ആ ആവേശത്തിൽ ഞാൻ പറഞ്ഞതാണ്, പറയാൻ പാടില്ല. ഇതിന് എനിക്ക് ഏത് നരകമാണ് കിട്ടുക എന്ന് ഭയമുണ്ട്. അല്ലയോ നാഥ, ക്ഷമിച്ചാലും തെറ്റുപറ്റി, ഞാൻ പറയരുത്, അറിയാത്തതാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കണതൊക്കെ വർണ്ണിക്കുന്നുണ്ട് അതിൽ. ഒരു സർഗം അങ്ങനെ ആ ക്ഷമാപണമാണ്. പക്ഷേ ഇവിടെ അപ്പം അത്രയൊന്നും പറഞ്ഞില്ല. ദശരഥൻ തൻ്റെ പൂർവ്വവൃത്താന്തത്തെക്കുറിച്ച് ആർക്കണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ, സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ. ഈ ഗുരു ഈശ്വരൻ, ഈശ്വരോ ഗുരുരാത്മേതി, മഹാഗുരുക്കന്മാരും ഈശ്വരന്മാരും ഒന്നും തമ്മിൽ ചെറിയൊരു അന്തരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ. വലിയ വ്യത്യാസമൊന്നും ഇല്ല അത്രേ. നമ്മൾക്കിപ്പോൾ ശപിച്ചാൽ വലുതും ഒരാളെ ശപിക്കുക തട്ടുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷെ അതുപോലെയാണോ തപസ്സികളെ മനസ്താപം എന്ന് പറയണത്? തീർച്ചയായിട്ടും വേറെ ആൾക്ക് തട്ടും എന്നാണ് പറയണത്. അപ്പം അതിന് മാത്രമുള്ള തപശക്തി ഉള്ളവരാണ് ശാപങ്ങൾ, അനുഗ്രഹങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ. അങ്ങനെ നദീതരത്തിൽ കൂടെയൊക്കെ നടന്ന് ഞാൻ നായാട്ടിന് പോയ സമയത്ത് ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുകയാണെന്ന് വിചാരിച്ചു. അസ്ത്രം അയച്ചതോടുകൂടി മുനികുമാരൻ്റെ ശരീരത്തിൽ അതുകൊണ്ടേ വീണതും അസ്ത്രം പോയിട്ട് തറച്ചതും. ഞാൻ ഒരു ദോഷവും ചെയ്യാണ്ട് എന്താണ് ഇങ്ങനെ ഒരു സംഗതി എനിക്ക് വരാൻ കാരണം? ആരാണ് ഇത് ചെയ്തത്? ഞാൻ ഒരു ദോഷവും ആർക്കും ചെയ്തില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞു മുനികുമാരൻ കരഞ്ഞു. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. അങ്ങേക്കൊരു കാര്യം ചെയ്യാൻ ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവില്ല എന്ന് മാത്രം ഞാൻ പറയാം. ഹാ ഹാ ഹതോസ്മ്യകം ഹാ ഹാ ഹതോസ്മ്യകം ഹാ കേതി കേട്ടിട്ടു മാനുഷ്യവാക്യവും അയ്യോ എന്ന് പറഞ്ഞ് നിലവിളി കേട്ടതോടുകൂടി തന്നെ അബദ്ധമായിട്ട് എന്തോ സംഭവിച്ചു എന്ന് ഞാൻ തീരുമാനിച്ചു. വേഗം ചെന്ന് നോക്കുക, അസ്ത്രം മുനികുമാരൻ്റെ ശരീരത്തിൽ തറച്ച് കിടക്കണു, പടയണു, ജീവൻ പടയലാണ്. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാം അപരാധിനം ക്ഷമിക്ക വേണമേ. പറ്റിപ്പോയി, ഒരു മൃഗത്തിനെ വധിക്കാൻ വേണ്ടിയിട്ട് അസ്ത്രം വെച്ച് അങ്ങക്ക് കേട്ടതാണ്, അങ്ങേക്ക് കൊണ്ടതാണ്, എല്ലാം ക്ഷമിക്കണം. അപ്പോൾ പറഞ്ഞു അച്ഛനമ്മമാർ, വെള്ളത്തിന് ദാഹിച്ചിരിക്കുമ്പോൾ വെള്ളത്തിന് വന്നതാണ്. ഹേ രാജൻ, ഞാൻ വൈശ്യനായതുകൊണ്ട് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവില്ല. ഉടനെ എൻ്റെ അച്ഛനമ്മമാരെ പോയി കണ്ട് ഈ വെള്ളം അവർക്ക് കൊടുക്കണം. ഇതെൻ്റെ അവസാന ആഗ്രഹമാണ്, ഒരു കുട്ടിയുടെ അവസാന ആഗ്രഹമാണ് ജീവിതത്തിൽ. ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്കുക സത്യം, എന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. കഴിയണത്ര അവർ അങ്ങേ ദുഃഖിപ്പിക്കാതിരിക്കുക, സത്യം പറയുക. അല്ലാന്നുണ്ടെങ്കിലോ നിന്നെയും ഭസ്മമാക്കിയിടും അറിയുക നീ. സത്യം മറച്ചു വയ്ക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കുകയോ ചെയ്താൽ ഇനി അങ്ങുണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ മതി. കാരണം ഈ ഒരു ദുഃഖം വരുത്തിയിട്ട് അതിനെപ്പറ്റി ഒന്നും മെൻഷൻ ചെയ്യാണ്ട് പ്രസ്താവിക്കാതെ അങ്ങ് പോവുകയാണെന്ന് വെച്ചാൽ കാലം
കഴിഞ്ഞു, അങ്ങില്ല എന്ന് വിചാരിച്ചാൽ മതി എന്ന് മുനികുമാരൻ പറഞ്ഞു. വൃദ്ധതയോടു നേത്രങ്ങളും വേർപ്പെട്ട അർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ച ഗോവർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ. സംഗതി വശാൽ വേറെ എന്തെങ്കിലും കാണുക എവിടേക്കെങ്കിലും പോവുക ചെയ്ത ആ പുത്രൻ ഞങ്ങളെ മറന്നുവോ എന്നവർ ചിന്തിച്ചിരിക്കുമ്പോൾ ദശരഥൻ അങ്ങോട്ട് ചെന്നു. എന്താണ് കുട്ടി വെള്ളം കൊണ്ടുവരാൻ വൈകിയത്? കണ്ണു കാണാത്തതുകൊണ്ട് അത് പുത്രനല്ല എന്ന് അറിയില്ലല്ലോ. പുത്രനല്ല, അല്ല, അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥൻ എന്നു പേർ. അയ്യോ, ഞാൻ പുത്രനല്ല, ക്ഷമിക്കണം. ഇതാ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. നിങ്ങളുടെ പുത്രൻ വധിക്കപ്പെട്ടിരിക്കുന്നു. കാരണങ്ങളൊക്കെ വിവരിച്ചു. ഉടനെ തന്നെ ബ്രഹ്മഹത്യാ പാപം ഉണ്ടാക്കാണ്ടിരിക്കാം സത്യം പറഞ്ഞതുകൊണ്ട്. പക്ഷേ ഒരു കാര്യം മുഴുവൻ നിവൃത്തിയില്ല. പുത്രദുഃഖം കൊണ്ട് അങ്ങ് മരിക്കും. ആ പുത്രൻ്റെ അടുത്തേക്ക് ഉടനെ ഞങ്ങളെ ഒന്ന് കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയി തൊട്ടു തലോടി, പുത്രദുഃഖം കൊണ്ട് അങ്ങയ്ക്ക് വരിക്കട്ടെ. പുത്രശോകത്താൽ മരിക്കുന്ന ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ. ആ പറഞ്ഞ വാക്ക് എങ്ങനെ സത്യമല്ലാണ്ടിരിക്കുക? ഹാ രാമപുത്ര സീതേ ജനകാത്മജേ ഹാ രാമലക്ഷ്മണ ഹാ ഗുണാംബുദേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കു സുരാലയം. ആ ഭഗവാനെ സീതേ ജനകാത്മജൈ പ്രകാരം കരഞ്ഞുകൊണ്ട് ദശരഥൻ സ്വർഗീയനായി ശരീരം ഉപേക്ഷിച്ചു. ഉടനെ തന്നെ വളരെ ദുഃഖത്തോടുകൂടി എല്ലാവരും വാർത്ത് അടിച്ച് കരയാൻ തുടങ്ങി. ഒക്കെ വിസ്തരിച്ചിട്ട് കുറേ സർഗത്തിലാണ് ആത്മീയത്തിൽ പറയുക. എണ്ണത്തോണിയിൽ ഈ മൃതശരീരം സൂക്ഷിച്ചു. ഭരതനോട് വരാൻ വേണ്ടി പറഞ്ഞു. മാതിലിൻ്റെ വീട്ടിൽ ധാരാളം കുതിരകൾ, ആനകൾ, മറ്റു കാര്യങ്ങൾ, സ്വർണം, ധനം, രത്നം ഇതൊക്കെ കൊണ്ടുവന്നു. എങ്കിലും പെട്ടെന്നുള്ള വരാൻ പറയില്ല എന്തോ ഒരു പന്തികേട് അവർക്ക് തോന്നി. അയോധ്യയിലെത്തിയപ്പോൾ അലങ്കാരങ്ങളോ അതുപോലെ തന്നെ ആഘോഷങ്ങളോ സംഗീതങ്ങളോ ഒന്നുമില്ല. വളരെ വിസ്തരിച്ചിട്ടാണ് വാൽമീനമാനത്തിലത് പറയുക. വളരെ വിസ്തരിക്കുന്നുണ്ട്. ആളുകൾ ധൃതി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണില്ല. അതാണല്ലോ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തനാത്മകമായിട്ടുള്ളൊരു നഗരത്തിൻ്റെ സ്വഭാവമൊന്നും ഇവിടെ കാണാനില്ല. വാതിലുകളൊക്കെ പല വീടുകളിൽ അടച്ചിട്ടിരിക്കണു. കമ്പോളങ്ങളിലൊന്നും പ്രവർത്തനങ്ങൾ കാണാനില്ല. ആരും തന്നെ ഒരുപാട് യാത്രകൾ ചെയ്യുന്നില്ല. എന്താണ് അയോധ്യയ്ക്ക് പറ്റിയത്? ഈ കാര്യം അവിടെ ഭരതനോട് പറഞ്ഞിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ അവിടെ പറയണ്ട, ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഈ പോയ ദൂതന്മാർക്ക്. ഭ്രഷ്ടലക്ഷ്മീകം ജനോത്പാദവർജിതം ദൃഷ്ടാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോവിഹീനം അകം പൊക്കിതു ചെന്നു രാജഗേഹം രാജലക്ഷണവർജിതം. നല്ലപോലെ ചലനാത്മകമായിട്ടുള്ള ആ നഗരം അയോധ്യ മുഖരിതമാണ് എപ്പോഴും. സംഗീതം, നൃത്തം, നാട്യം, ഉല്ലാസം, ആഘോഷം ഇതൊക്കെ നിറഞ്ഞിട്ടുണ്ട്. നേരെ തിരിച്ചാണ് കാണുന്നത്. എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് തീർച്ചയാണ്. അങ്ങനെ അവരൊക്കെയാണ് കടന്നു പോകുന്നു. ഉടനെ കൈകേയിയുടെ അടുത്ത് ദശരഥൻ എപ്പോഴും ഉണ്ടാവും. ഇപ്പം എന്തുകൊണ്ട് ദശരഥനെ കാണപ്പെടുന്നില്ല? ഖേദമുണ്ട് അച്ഛനെ കാണാൻ എനിക്കുള്ളിൽ, താതനെ ഇവിടെ വസിക്കുന്നു മാതാവേ. അച്ഛനെവിടെ? ഉടനത്തെ ചോദ്യം അതാണ്. മാതാവിനോട് പിരിഞ്ഞുരകത്തി ഞാൻ താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പം പറഞ്ഞു, എൻ മകന് ദുഃഖിപ്പതിനെന്ത് അവകാശം? അശ്വമേധാദി യാഗങ്ങളൊക്കെ വേണ്ട പോലെ നടത്തിയിട്ടുള്ളൊരു സൽപുരുഷൻ എവിടെയാണ്? ദേഹം ഉപേക്ഷിച്ച ചെന്നെത്തുക സ്വർഗത്തിൽ. അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്രിയമായിരിക്കുന്ന, ഒരിക്കലും ഭരതൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത നടുക്കമുണ്ടാക്കുന്ന സത്യം കൈകേയി പറഞ്ഞു. ഹാ താത ദുഃഖസമുദ്രേ നിമജ്ജമാം ഏതൊരു ദിക്കിനു പോയത് ഭൂപതേ എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയി കൊണ്ടു പിതാവേ ഗുണനിധേ. ഗുണങ്ങളുടെ വിളനിലമായിരിക്കുന്ന താത, ഞങ്ങളെല്ലാം വിട്ട് അങ്ങ് ഞാനില്ലാത്ത സമയത്ത് തന്നെ പോയല്ലോ. അങ്ങ് എവിടേക്കാണ് പോയത്? എവിടെ അങ്ങ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിലാപം തുടങ്ങി. ചോദിച്ചു, മരിക്കുന്ന സമയത്ത് എന്താണ് അച്ഛൻ പറഞ്ഞത് അമ്മേ? അവസാന അച്ഛൻ്റെ വാക്കുകൾ എന്തായിരുന്നു? ഏതാനും ഒന്നു പറഞ്ഞതില്ലേ മമതാതൻ മരിക്കുന്ന നേരത്തു മാതാവേ.
അപ്പോൾ പറഞ്ഞു, ഹാ രാമ രാമകുമാര സീതേ മമ ശ്രീരാമലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനഃപുനരാതുരനായി വിലപിച്ചു മരിച്ചതു സീതേ രാമ എന്ന് വാക്കുകൾ, ലക്ഷ്മണ എന്ന് വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ടാണ് മരിച്ചത്. അപ്പോൾ ഭരതൻ ചോദിച്ചു, അതെന്താ മരിക്കുന്ന സമയത്ത് അവർ ഇവിടെ ഇല്ലേ? ഉണ്ടെങ്കിൽ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അവരോട്. അപ്പം പറഞ്ഞു, അഭിഷേകം മുടക്കി, രാമനുള്ള അഭിഷേകം മുടക്കി നിനക്കാക്കി 14 കൊല്ലം കാട്ടിലേക്ക് അയക്കണം എന്ന 2 വരം ഞാൻ ചോദിച്ചു. അത് നിനക്ക് നന്മ വരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സീത കാട്ടിലേക്ക് പോയി, ലക്ഷ്മണനും കാട്ടിലേക്ക് പോയി. ഇതാണ് ഉണ്ടായത്. അവരെ ചിന്തിച്ച് വളരെ ദുഃഖത്തോടു കൂടിയിട്ട് അച്ഛൻ മരിച്ചു എന്ന വൃത്താന്തം കേട്ടു. വളരെയധികം ദുഃഖത്തോടു കൂടി, ദേഷ്യത്തോടു കൂടിയിട്ട് കൈകേയി ഒരുപാട് ചീത്ത പറഞ്ഞു. ഒരമ്മയോട് പറയാൻ പറ്റുന്ന വാക്കൊന്നുമല്ല ഭരതൻ പറഞ്ഞത്. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി, നിന്നുടെ ഗർഭത്തിൽ ഉദ്ഭവിച്ചേൻ ഒരു പുണ്യമില്ലാത മഹാപാപി ഞാനഹോ. എനിക്ക് ഉറപ്പായി ഞാൻ പാപിയാണെന്ന്. എന്തുകൊണ്ട്? നിന്നുടെ ഗർഭത്തിൽ ജനിച്ചൊരൊറ്റ കാരണം കൊണ്ട്. ഭർത്താവിനെ കൊന്ന പാപേ, സ്വന്തം ഭർത്താവിനെ മനസ്സ് വേദനിപ്പിച്ചു കൊന്നു നീയെ. നിസ്ത്രപേ, ലജ്ജയുണ്ടോ നിനക്ക്? ഒരു സ്ത്രീ ജന്മമാണോ നീ? നിർദ്ദയേ ദുഷ്ടേ നിശാചരി, വാളെടുത്താശു കഴുത്തറുത്തിയിടുവൻ, വല്ല കണക്കിന് ഞാൻ മരിച്ചിടുവൻ, വന്നിയിൽ വീണു മരിപ്പൻ, തീയിൽ ചാടിയിട്ടോ കെട്ടി തൂങ്ങിയിട്ടോ വിഷം കഴിച്ചോ മരിക്കില്ലേ എനിക്കിനി വേണ്ടു. ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കും എന്നിത് മൂലം. നിനക്കുറപ്പാണ് അവിടെ ഒരു സീറ്റ് റിസർവ്ഡ് ആയിട്ടുണ്ട്. എന്തിലെ? നരകത്തിലുള്ള സീറ്റേ. അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചോ നീ. ഇത്തരം മാതരം വർത്തിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം ബുക്കാൻ. ഇനി ഇവിടെ ഒരു മിനിറ്റ് ഞാൻ നിൽക്കില്ല. എൻ്റെ ആശ്വാസസ്ഥാനമല്ല ഈ അമ്മയുടെ ഗൃഹം. ഞാൻ പോണു. കൗസല്യാഗൃഹം ബുക്കാൻ പാതേ നമസ്കരിച്ച ഒരു ഭരതനെ മാതാവ് കൗസല്യയും പുണർനീടിനാൾ. കൗസല്യയ്ക്ക് അറിയാം ഭരതൻ ഇതിൽ കുറ്റക്കാരനല്ല, ഉത്തരവാദിയല്ല. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതിൻ മകൻ, എൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതനും സീതയും ക്ഷീരാംബരജടധാരികളായി വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർ നിർദ്ദയം. എല്ലാം കർമ്മദോഷം കൊണ്ട് സംഭവിച്ചു. ഭരത, നീ എന്തായാലും ഇതിലൊന്നും കുറ്റക്കാരനല്ല എന്നുള്ളത് എനിക്കറിയാം. എന്തായാലും ആ കൗസല്യയെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു, നിനക്കിതിന് ദോഷമൊന്നുമില്ല. കൗസല്യ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എല്ലാവരും ദുഃഖമൊക്കെ കളഞ്ഞോളൻ. ദശരഥനായിരിക്കുന്ന ആ വൃദ്ധൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതിവിടെ നടപ്പാവാൻ പോണില്ല. ലക്ഷ്മണൻ പറഞ്ഞ പോലെ ഭരതനും പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാളെ പുലർകാല പോകുന്നതുണ്ട്. ഞാൻ രാജീവനേത്രനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ രാജ്യഭാരം ഞാൻ ഏറ്റെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാറട്ടടിച്ച് ദുഃഖിച്ചു. വസിഷ്ഠൻ അവിടെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. യാതസ്തു പിതൃവോ മൃത്യുർജവോ ധ്രുവം ജന്മമൃതസ്യച്ച. മരിച്ചവർക്ക് ജനനവും ജനിച്ചവർക്ക് മരണവും ഉണ്ട് ഭരത. ഇതാർക്കും തടുക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ കാരണം ചിലപ്പോൾ ഓരോരുത്തരിലും മാറും, സമയം ചിലപ്പോൾ ഓരോരുത്തരിലും മാറും. എല്ലാം ഈശ്വരനിശ്ചയപ്രകാരം ഇത് അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് നീ ദുഃഖത്തെ കളയുക. അനന്തരമായിട്ട് അച്ഛൻ്റെ കർമ്മങ്ങൾ, ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം, നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. വസ്ത്രം മാറണ പോലെയുള്ളൂ. ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കുന്നു, വേറൊരു ശരീരത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അച്ഛൻ്റെ അനന്തരകർമ്മങ്ങൾ ചെയ്യുകയാണ് നിൻ്റെ ഇപ്പോഴത്തെ കർത്തവ്യം. പ്രതിഷ്ഠാദികളൊക്കെ അതിന് വേണ്ടതായി ചെയ്തു. അതിന് വേണ്ട പ്രേരണയൊക്കെ ഭരതന് കൊടുത്ത് ധൈര്യം നൽകി. അതിന് വേണ്ടതായിട്ടുള്ള ആ ദിവസങ്ങളൊക്കെ കണക്കാക്കി 11, 12, 13 ദിവസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേണ്ട പോലെ ചെയ്തു. ധാരാളം ദാനധർമ്മങ്ങൾ, കർമ്മങ്ങൾ എല്ലാവരും ചെയ്തു. അതിനുശേഷം രാജ്യം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഇന്നടിയനു രാജ്യം കൊണ്ട് കിംഫലം മന്നവനാകുന്നത് മമ പൂർവജൻ
ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ, നിങ്ങളെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. ക്ഷത്രിയ വംശത്തിൻ്റെയും ഇക്ഷ്വാകു വംശത്തിൻ്റെയും പാരമ്പര്യത്തിന് മൂത്ത പുത്രനല്ലാണ്ട് മറ്റൊരു പുത്രൻ രാജ്യമേറ്റെടുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നാളെ പുലർകാല പോകുന്നതുണ്ട് ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ. ഇതൊക്കെ ഇവിടെ നടക്കുമെന്ന് ഒരാളും മനക്കോട്ട കെട്ടണ്ട. നാളെ പോയി രാമനെ തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഭരിക്കണ്ടച്ച രാമനെ ഭരിക്കൂ. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായ നിൽപ്പിന് എല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകാതെ. എൻ്റെ കൂടെ പോരേണ്ടവർക്കൊക്കെ പോരാ. ഇതുറപ്പാണ്. ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല. അവിടെ രാജ്യം ഭരിക്കാതിരിക്കുന്ന സമയത്ത് കള്ളന്മാർ കൂടും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഭരത രാജ്യം ഏൽക്കണം എന്നൊക്കെ വസിഷ്ഠൻ പറയുന്നതും രാജാവില്ലാത്ത രാജ്യത്ത് എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഒരു സർഗം, അങ്ങനെ അരാജകത്വം ഉള്ള രാജ്യത്തെ കഥനം എന്ന് പറഞ്ഞിട്ടൊരു സർഗം. അതുണ്ടാവും, ഇതുണ്ടാവും, വേറൊന്നുണ്ടാവും, കള്ളന്മാരുണ്ടാവും, വേണമെന്ന് അങ്ങനെ ഉത്തരിച്ച് വർണ്ണിക്കുക. അതുകൊണ്ട് എന്ത് വേണം, രാജ്യഭാരം ഏറ്റെടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. എല്ലാം ഒക്കെ ആയിട്ട് കേൾക്കാതെ കണ്ട് എല്ലാവരും അതിൻ്റെ തീരുമാനത്തിന് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്നുള്ള ഒടുവിൽ അവരെല്ലാം സമ്മതിച്ചു. അങ്ങനെ ആ പ്രസ്ഥാനമായിട്ട് അങ്ങനെ പോവുകയാണ്. ആന, കുതിര, കാലാള, മറ്റ് സംഗതികൾ, ഈ പത്നിമാരടക്കമുണ്ടെന്നാണ് എല്ലാവരും. എല്ലാവരുമായിട്ട് അങ്ങനെ പോയി ശ്രീരാഘവഞ്ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗര വസിഷ്ഠാദികളോട് കൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശ കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ആ ജ്യേഷ്ഠനെ സേവിച്ച് രാജ്യഭാരം ഏൽപ്പിച്ചല്ലാതെ എനിക്കിനി വിശ്രമമില്ല എന്നങ്ങനെ പറഞ്ഞ് അവിടുന്ന് അങ്ങനെ പുറപ്പെട്ടു. ചിത്രകൂടത്തിലെത്തി ഭരദ്വാജനെ കണ്ടു. ഭരദ്വാജന് ഗുഹനെ കണ്ടു. ഗുഹനെ ആദ്യം കണ്ടു. അപ്പോൾ ഗുഹനൊരു സംശയം, ഈ സൈന്യ സമേതം വരുമ്പോൾ രാമനെ ഉപദ്രവിക്കാൻ ഭരതൻ വരികയാണോ? അങ്ങനെയാണെങ്കിൽ ഭരതനെ വെറുതെ വിടരുത്. അതേ സമയത്ത് മിത്രഭാവത്തിലാണെങ്കിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. ഇത് ഗുഹൻ നേരത്തെ തന്നെ ചിന്തിച്ചു. തൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സൈന്യസന്നാഹങ്ങളുണ്ട്. ഗുഹൻ്റെ കയ്യിൽ ഒട്ടും കുറവൊന്നുമില്ല. കണ്ട ഉടനെ തന്നെ എവിടെ എൻ്റെ ജ്യേഷ്ഠൻ എന്ന് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ചോദിച്ചു. ഗദ്ഗദാക്ഷരനായിട്ട് ചോദിച്ചു, ഏട്ടൻ ഉറങ്ങിയ സ്ഥലം എവിടെ? ഏട്ടൻ്റെ പാദസ്പർശം ഉണ്ടായ സ്ഥലം എവിടെ? ഗുഹ അങ്ങ് ഭാഗ്യവാനാണ്, എൻ്റെ ജ്യേഷ്ഠനെ ആലിംഗനം ചെയ്തുവല്ലോ. ആ ഭാഗ്യം പോലും എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നീ ഭാഗ്യവാനാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി ഭരതൻ ശുദ്ധനാണ്. കുത്ര വാഴുന്നു രഘു ഉത്തമൻ അത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു. ചിത്രകൂടത്തിലാണ് ഇപ്പോൾ ഒരു വസ്തുത. ഉറങ്ങിയ സ്ഥലം എന്താ ഇവിടെയാണ്. വേഗം തൊട്ട് തലയിൽ വയ്ക്കുക, മണ്ണെടുത്തിട്ട് ശിരസിൽ അണിയുക. എല്ലാം കണ്ടപ്പോൾ പൂർണ്ണമായിട്ടും ദുഃഖന് മനസ്സിലായി. ബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടും ദീർഘനേത്രങ്ങളിൽ നിന്നും ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗദീപന് ചേർത്തു പുനരഭിവർഷങ്ങളും അണച്ചാനന്ദപൂർവകം തത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയേ ഭരതാംഗ്രികൾ കൂപ്പിനാൻ. പിന്നെ ഇനി അവർ തമ്മിൽ കാണുന്നതായിട്ടുള്ള രംഗമുണ്ട്. ലേശം ഒരു കുറ്റം കുറയേണ്ട ഗുഹൻ കൈകേയെക്കുറിച്ച്. ഒക്കെ അവിടെ നേരത്തെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തതാണ് ലക്ഷ്മണൻ. എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പോവാം രാമൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു. എല്ലാവരും ഗംഗ കടന്ന് എല്ലാ കോലാഹലങ്ങളും കൂട്ടി തോണിയിൽ കയറ്റി അപ്പുറത്തേക്ക് പോവുകയാണ്. ഗംഗയൊക്കെ കടന്ന് ചിത്രകൂടത്തിൽ വസിക്കുന്നതായിട്ടുള്ള രാമനെ ദൂരത്തുനിന്ന് ഇങ്ങനെ കണ്ടതോടുകൂടി തന്നെ എന്തൊക്കെ ഭാവഭേദങ്ങളാണ് ഭരതനുണ്ടായത് വളരെ വിസ്തരിച്ച് പറയുകയാണ്. ഒരു ദാഹം വളരെയേറെ ഇവിടെ പറയുന്നുണ്ടാകും. തതോ വിദൂരെ പരിഗൃഹ്യ ചാപം സബാണതൂണീരധനുസ്സ ലക്ഷ്മണ രക്ഷരം പരിതോ വിഭശ്യൻ ഗുഹേന സാർദ്ധം ശരാസനേന. ലക്ഷ്മണനോട് കൂടിയിട്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള രാമൻ, ആ രാമനെ ദൂരത്തുനിന്ന് കണ്ടു എന്ന് പറയുന്നു. അതേ സമയത്ത് തന്നെ പശുക്കൾ ദാഹത്തോടു കൂടിയിട്ട് പ്രകാരമാണ് വെള്ളം കണ്ടാൽ ആ വെള്ളം കുടിക്കാനുള്ളതായ ആർത്തി അല്ലെങ്കിൽ ആ ത്വര അല്ലെങ്കിൽ അത്രമാത്രമുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. അതേപോലെ ഉള്ള ഒരു ഭാവം ഭരതനുണ്ടായി. വേഗം അവിടെ പോയി. ഇവിടെ കുറെ പറയും, തത്ര വജ്രാങ്കുശ വാരിജാഞ്ചിത
തജാതി ചിഹ്നാനി പദാനി സർവദാ തതശ്ച രാമസ്യ ഭൂതി മംഗളാനി അതേട്ടയിൽ പാദരജസ്തുതാനുജ. ഏട്ടൻ്റെ പതിഞ്ഞ കാലടിപ്പാടുകളൊക്കെ കണ്ടു. പശ്യാമി യത് പാദരജോ അഭിമൃഗ്യം. വേദങ്ങൾ കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പാദങ്ങളാണ്. ആ പാദങ്ങൾ പറഞ്ഞതായിട്ടുള്ള പണ്ട് ബ്രഹ്മാതിദേവേഷു ദിഭിശ്ച നിത്യം. വേദങ്ങളെ ബ്രഹ്മാവുമില്ലായിട്ടവരും കൂടി അന്വേഷിക്കുന്ന ആ പാദങ്ങൾ പതിഞ്ഞതായിട്ടുള്ള മണ്ണ് വാരി ശിരസിലണിഞ്ഞു. അക്രൂരൻ കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള ഭാവഭേദങ്ങളൊക്കെ ആ കാഴ്ച കണ്ട പണ്ടിക്കുന്ന ജടാകിരീടം നവവൽക്കല അംബരം പ്രസന്ന ഭക്തം തരുണാരുണ കൃതിം. ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ശോഭയോട് കൂടിയിട്ട് ജഡ കിരീടം വൽക്കലങ്ങൾ മുതലായിട്ട് ധരിച്ചതായ രാമനെ ദൂരത്നങ്ങനെ കാണുകയാണ്. രാമസ്തമാകൃഷ്യ സുദീർഘബാഹുർദുർഭ്യാം പരിഷച്ച നേത്രജയി. കണ്ണുനീരോട് കൂടിയിട്ട് രണ്ട് കൈകളെ കൊണ്ടും ആലിംഗനം ചെയ്തു. വന്ന കാര്യങ്ങൾ, ഈ താമസവേഷത്തിൽ നീ വന്നത് എന്തുകൊണ്ടാണ് ഭരത? പിന്നത്തെ ചോദ്യമാണ്, അച്ഛന് സുഖമല്ലേ? എല്ലാവരും ചോദിക്കുന്നത് അച്ഛന് സുഖമല്ലേ? അമ്മ സത്യം, അച്ഛൻ വിശ്വാസമല്ല. രാമായണത്തിൽ രണ്ടും സത്യമാണ്. നമ്മളിപ്പോൾ അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണ്ടല്ലേ, അമ്മ സത്യം അച്ഛൻ വിശ്വാസം. ഇതാ ഇവിടെ അങ്ങനെയൊന്നും ഒരു രാമായണം നോക്കിയവർക്കത് പറയാൻ കഴിയില്ല. എവിടെ എൻ്റെ അച്ഛൻ? അച്ഛന് സുഖമല്ലേ? എങ്ങനെയൊക്കെ കഴിയണു എന്നൊക്കെ ചോദിച്ചതോട് കൂടിയിട്ടാണ് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അപ്രിയ സത്യം ഭരതനിൽ നിന്ന് കേൾക്കുന്നത്. അശ്വമേധാദിയാഗങ്ങൾ കഴിഞ്ഞ് സൽപുരുഷൻ എവിടെ എത്തിച്ചേരുമോ? രാമ രാമേതി സീതേതി ലക്ഷ്മണേതി മമാരഹ. സീതയെ ലക്ഷ്മണ രാമ എന്ന് പറഞ്ഞുകൊണ്ട് ജ്യേഷ്ഠ നമ്മുടെ അച്ഛൻ നമ്മളെ എന്നേക്കുമായിട്ട് വിട്ടുപോയി. ശിത്വാ തൽക്കർണശൂലാഭം ഗുരോ വചന സഞ്ചസ ആഹദോസ്മീതിപതിദോരുതൻ രാമസ്ഥലക്ഷ്മണ. ഭരത, ഇത് കേൾക്കുന്നത് സത്യം തന്നെയാണോ? ആ അച്ഛൻ നമ്മളെ വിട്ടുപോയോ? എങ്ങനെ വിശ്വസിക്കും നമ്മളത്? എന്തായാലും സംസ്കാരക്രിയകളും ഒക്കെ ചെയ്യണം. ഇങ്കുതീഫലം അത് തരം പിണ്ണാക്കാണ്. അപ്പം നമ്മൾ അവിടെ അതേ കാട്ടിൽ കിട്ടാനുള്ളൂ. അവരെന്ത് കഴിക്കണോ, യാതൊരെണ്ണം മനുഷ്യൻ ഭുജിക്കണോ അതുകൊണ്ട് അച്ഛനമ്മമാർക്ക് തർപ്പണം ചെയ്യണം എന്ന് നിയമപ്രകാരം ഇങ്കുതീഫലം എന്നാണ്. അതുകൊണ്ട് ഒക്കെ ചെയ്തിട്ടൊരു വിധം അച്ഛന് മന്ദാകിനി നദിയിൽ ഇറങ്ങി തർപ്പണങ്ങളൊക്കെ ചെയ്തു. ഭരതൻ പറഞ്ഞു, ഈ താമസവേഷം ഇപ്പോൾ നീ സ്വീകരിക്കാൻ എന്താണ് കാരണം ഭരത? ഏട്ടാ, ഒറ്റ കാര്യമുണ്ട്. ഏട്ടൻ തിരിച്ചു വന്ന് രാജ്യാധികാരം ഏൽക്കണം. എന്തെങ്കിലും ഭ്രാന്തചിത്തത്തോട് കൂടിയിട്ട് അച്ഛൻ പറഞ്ഞു, നമ്മളെന്തിനനുസരിക്കണം? അച്ഛൻ പറഞ്ഞത് കാര്യമാണെങ്കിലല്ലേ അനുസരിക്കേണ്ടൂ. എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച നാളെ വേറൊന്ന് പറഞ്ഞു നമുക്ക് അനുസരിക്കേണ്ട ബാധ്യതയുണ്ടോ? അതുകൊണ്ട് ഞാൻ താമസവേഷം ധരിച്ചത് വെറുതെ അല്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ കാട്ടിലിരിക്കാം, എന്നാലും വേണ്ടില്ല അച്ഛൻ ഏട്ടൻ തീർച്ചയായിട്ടും രാജ്യം ഭരിക്കണം. നിങ്ങളെ തിരിച്ചു കൊണ്ടുപോയി രാജ്യാധികാരത്തിൽ ഏറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അയ്യോ, അത് പറയരുത്. കാരണം അച്ഛൻ്റെ സത്യം പാലിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നീ രാജാവാവണം, ഞാൻ കാട്ടിൽ വസിക്കണം. ഭരത, ഒരിക്കലും നീ ഇത് അപ്രിയമാക്കരുത്. ഇത് തിരിച്ചാക്കി കഴിഞ്ഞാൽ അച്ഛൻ നരകത്തിലല്ലേ പോവുക. അതുകൊണ്ട് നീ എങ്ങനെ ഇത്തരം വാശി പിടിക്കുന്നത്? ഞാൻ ഇവിടെ ദർഭപ്പുല്ല് വിരിച്ച് പ്രായോപവേശം ചെയ്യും. എൻ്റെ ഈ അപേക്ഷ ഏട്ടൻ നിരസിച്ചാൽ എനിക്ക് അതേ വഴിയുള്ളൂ എന്നായി. ഒരു രക്ഷയില്ല. ഇപ്പോൾ വസിഷ്ഠനോട് നയനാന്ത സംജ്ഞയാ, കണ്ണോണ്ട ആക്ഷൻ കാണിച്ചു. ഒന്ന് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കണം ഗുരുനാഥ. ഞാൻ പറഞ്ഞ അവൻ കേൾക്കുന്നു തോന്നണില്ല. അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഭരതൻ അവസാനം നന്ദിഗ്രാമത്തിൽ വസിക്കുക. ആ മെതിയടി ശിരസിൽ വാങ്ങി, എന്നാൽ ഏട്ടൻ്റെ ആജ്ഞാനുവർത്തിയായിട്ട് ഞാൻ രാജ്യം ഭരിക്കാം. പക്ഷേ രാജാവ് ഏട്ടൻ തന്നെയാണ്. രാമത്വമേവ ഭുവനാനി വിധായ തേഷാം സംരക്ഷണായ സുരമാനുഷ തിര്യഗാദീൻ ദേഹാം ബിബർഷി ന ച ദേഹഗുണേർ വിലിപ്ത തത്വോ ബിഭേത്തഖില മോഹകരീശമായ. ആ ഒരു മായാബന്ധവും ഇല്ലാത്തായിരിക്കുന്ന ഭഗവാൻ എല്ലാവിധ വികാരങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് കാട്ടിൽ കഴിഞ്ഞു കൂടുന്നു. മെതിയടി ശിരസ വഹിച്ചുകൊണ്ട് 14 വർഷം കഴിഞ്ഞ് വന്നില്ലെങ്കിൽ അന്ന് ഞാൻ എൻ്റെ ജീവൻ വെടിയും എന്ന് ഭരതൻ പറയുന്നു. എൻ്റെ വാക്കായിരിക്കും, അത് ഞാൻ എന്തായാലും ചെയ്യാമെന്ന് ഭഗവാൻ പറഞ്ഞു. അത്രി ആശ്രമത്തിൽ ചെന്നു. അവിടെ അനസൂയ കുറേ വസ്ത്രാഭരണങ്ങളൊക്കെ സീതയ്ക്ക് സമർപ്പിച്ചു. എന്തെങ്കിലും വേണോ സീതയെ നിനക്ക്? ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അത്ഭുതപ്പെട്ടു. ഇതാണ് യഥാർത്ഥത്തിലൊരു ഭക്തനോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അറിവുള്ളവരോ ചെയ്യേണ്ടത്. ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ എത്രയുണ്ടായാലും മതിയാവുക. സീതയെ ഒന്നും ആഗ്രഹിക്കാത്ത നിൻ്റെ ആ മനസ്സ് ഞാൻ സമ്മതിച്ചു.
എവിടെയെങ്കിലുമൊക്കെ എത്തിയവർക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. എന്തെങ്കിലും വേണോ വെച്ചാൽ എന്തിപ്പോൾ ഈ സംഗതികളെ കൊണ്ട് കാര്യം എന്നുള്ള ആ ഒരു തോന്നലുണ്ടല്ലോ, നമ്മൾ എത്രയോ ഡിഗ്രി ഉയർന്നു എന്നാണ് കാണിക്കുന്നത്. അതിനെ അസൂയയില്ലാത്തവൾ എന്ന വാക്കിൻ്റെ അർത്ഥം. ആ സീതയെ അനുഗ്രഹിച്ചു. അംഗരാഗങ്ങൾ ശരീരത്തിൽ പുരട്ടാനുള്ള ചില ക്രീമുകളൊക്കെ നാടൻ ആയുർവേദമാണ് കേട്ടോ, അങ്ങനത്തെയൊക്കെ കൊടുത്തു. കസ്തൂരി മഞ്ഞൾ മുതലായിട്ട് എന്നും നീ യൗവനയുക്തമായിട്ടിരിക്കും, രാമന് നിന്നോട് സ്നേഹം ഉണ്ടാവും, അതുകൊണ്ട് ഇത് കൊണ്ടുപോയാലും വസ്ത്രാഭരണങ്ങളൊക്കെ എനിക്കൊന്ന് അണിഞ്ഞ് കാണണം എന്നൊക്കെ പറയുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ. അത് അണിഞ്ഞു. രാമൻ അറിഞ്ഞിട്ടില്ല അതൊക്കെ എന്നാൽ പിന്നെ എത്ര അറിയണത്. സർവാഭരണഭൂഷിതമായിട്ട് ഈ കാട്ടിൽ നീ എങ്ങനെയായി ഇതൊക്കെ അയച്ചു വെച്ചിട്ടല്ലേ വന്നത്. അപ്പം അത്ഭുതപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് അനസൂയ ദേവി തന്നതാണ്. അനവധി വർഷം മഴയില്ലാണ്ടായപ്പോൾ മഴ പെയ്ച്ച ആളാത്ര ഈ അനസൂയ. തപശക്തിൻ്റെ അവൾക്ക്. അവിടെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞത് വെറുതെ ഇല്ല, ചോദിച്ചാൽ കൊടുക്കുന്നുള്ളതാണ്. പക്ഷെ എനിക്കൊന്നും വേണ്ട, അമ്മയുടെ അനുഗ്രഹമാണ് എനിക്ക് ഏറ്റവും വേണ്ടത്, വേറൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അയോധ്യാകാന്ഡം ഇവിടെ അവസാനിക്കുകയാണ്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനദിനം രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.